സാൻജോസ് പറഞ്ഞോളൂ. അല്ല സാർ, ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് 10:45 ആ സമയത്തെങ്ങാണ്ടോ ഞാൻ കയറിയെന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളുടെ ഇതിൽ കാണിക്കുകയാണ്. ഈ സ്ക്രീൻഷോട്ടിൽ പോലീസിനെ വിളിച്ചത് 10 മണിക്കാണ്. അതായത് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് പോലീസിനെ വിളിക്കുന്നത് 10 മണിക്കാണ്. സാർ, 10 മണിക്ക് ഞാൻ പോലീസിനെ വിളിച്ചിട്ട് 10:15 ഞാൻ ചെന്ന്, അല്ലെങ്കിൽ 10:30 ഞാൻ ചെന്ന് അവിടെ പോയി അടിക്കാൻ ഞാൻ മണ്ടനാണോ സാർ? മണ്ടനാണോ? അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് പൊള്ളയാണെന്ന് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, റിസർച്ച് ഹോസ്റ്റലിൽ കെട്ടിടത്തിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് അറിഞ്ഞു. അപ്പോൾ യൂണിറ്റ് പ്രസിഡന്റിനെ അറിഞ്ഞിട്ടില്ല. ഈ സമയം ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. ആദ്യം ഞങ്ങളെ ഇവിടെ ഈ പെൺകുട്ടിയെ കൊണ്ടുവിടുന്നത് റിസർച്ച് ഹോസ്റ്റലിലാണ്. റിസർച്ച് ഹോസ്റ്റല് നമ്മുടെ ഗേറ്റുമായി, പിറകു വശത്തെ ഗേറ്റുമായി ഒരുപാട് ദൂരം ഉണ്ടെന്നുള്ള കാര്യം സാറിനറിയാം. അപ്പോൾ അവിടെ വന്ന് സെക്യൂരിറ്റിയോട് ഞാൻ എൻ്റെ അനിയത്തിയെ കൊണ്ടുവിടാൻ വന്നതാണ് എന്ന് എഴുതി ഒപ്പിടാറില്ല ആരും. അങ്ങോട്ട് കൊണ്ടുപോയി ആ കുട്ടിയെ വിട്ടതിന് ശേഷമാണ് എന്നെ വന്ന് വിളിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം, അതായത് ഈ 10 മണിക്കാണ് പോലീസിനെ വിളിക്കുന്നത്. 10 മണിക്ക് പോലീസിനെ വിളിക്കുന്നത് എന്നെ കാണാത്തത് കൊണ്ട്, എന്നെ എവിടെയാണ് കൊണ്ടുപോയതെന്ന് അറിയാത്തത് കൊണ്ടിട്ടാണ് ഈ യൂണിറ്റ് സാൻജോസിനെ ഇറക്കുന്നത് സെൻട്രൽ സർക്കിളിലല്ലേ? ഈ KSU യൂണിറ്റ് പ്രസിഡന്റായി വിദ്യാർത്ഥിനെ ഇറക്കുന്നത് ക്യാമ്പസിന്റെ പുറത്തുള്ള റിസർച്ച് ഹോസ്റ്റലിലല്ലേ? അതെ, റിസർച്ച് ഹോസ്റ്റലിലാണ്. അതെ. അപ്പൊ സാൻജോസിനെ കാണാതായി എങ്ങനെയാ പിന്നെ ഈ KSU യൂണിറ്റ് പ്രസിഡന്റ് അറിയാം? സാർ, ഞാൻ ആ സമയത്ത് ഇദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജോബിൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ യൂണിറ്റ് പ്രസിഡന്റിനെ വിളിച്ചറിയിക്കുകയും അദ്ദേഹം ഹോസ്റ്റലിൽ നിന്ന് ഡ്രസ്സ് മാറി വരികയും ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് യൂണിറ്റ് പ്രസിഡന്റ് ആ സ്ഥലത്തുണ്ടോ? യൂണിറ്റ് പ്രസിഡന്റ് താങ്കളെ മർദ്ദിക്കുമ്പോൾ റിസർച്ച് ഹോസ്റ്റലിന് പുറത്തുണ്ടോ? യൂണിറ്റ് പ്രസിഡന്റ് വരുന്നത് എന്നെ മർദ്ദിച്ച് കൊണ്ടുപോയതിനു ശേഷമാണ്, എന്നെ റൂമിനകത്ത് കൊണ്ടുപോയതിനു ശേഷമാണ് യൂണിറ്റ് പ്രസിഡന്റ് ആ സ്ഥലത്ത് വരുന്നത്. സഹോദരൻ എന്നെ ക്യാമ്പസ് ഹോസ്റ്റലിനകത്ത് മർദ്ദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ വന്നു. പക്ഷെ ഞാൻ എവിടെയാണ്, ഏത് റൂമിലാണ് കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ടൈമിനെ സംബന്ധിച്ചല്ലേ അദ്ദേഹത്തിന്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിന്റെ മുമ്പേ വെച്ചിട്ടാണ്. അതായത് ക്യാമ്പസിന് മുന്നിൽ KSUവിന്റെ പ്രസിഡന്റ് അടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് താങ്കളെ മുറിക്കുള്ളിൽ കൊണ്ടുപോയി ഈ മർദ്ദിച്ചു എന്ന് താങ്കൾ പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കേസ് നടക്കുകയാണ്. സാൻജോസിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യം മെച്ചപ്പെട്ടോ? സാർ, ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു സാർ, കേരള പഠന വിഭാഗത്തിലാണ് ഞാൻ പഠിച്ചത്. ആ MAയും ഈ MAയും രണ്ടും ഒന്നാണെങ്കിൽ, ആ MAയും ഈ MAയും രണ്ടും ഒന്നാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അതിൽ ഒരു MA കോഴ്സിനെ ഡിസ്മിസ് ചെയ്യണം. അങ്ങനെ ഒരു ക്യാമ്പസിൽ 2 MA, ഒരു മലയാളത്തിന് തന്നെ 2 MA ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് സാർ അതിനെ ഡിസ്മിസ് ചെയ്യുക. ആ കോഴ്സ് ഒരു തവണ പഠിക്കാനും മറ്റേ ഒരു കോഴ്സ് പഠിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് സാൻജോസ്. അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ടല്ലോ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ ഫിലോസഫിക്കും അറബിക്കും വന്നു ചേരുന്ന വിദ്യാർത്ഥികൾ, ഫിലോസഫിയും അറബിയും പഠിക്കാത്ത വിദ്യാർത്ഥികളും ഉണ്ടല്ലോ സാൻജോസ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരുടെ സ്ഥിരം പരിപാടിയാണിത്. അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് തർക്കമില്ല. താങ്കൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് കോഴ്സും എടുത്ത് താങ്കൾക്ക് പഠിക്കാം. അങ്ങനെ തന്നെയാണ് കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും. സാൻജോസ്, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. Debate with Arun Kumar.